വന്ന് നമ്മളെ ശപിച്ചിട്ട് പോയിരിക്കുകയാ. ഈ കേരള കോൺഗ്രസിന്റെ യോജിപ്പ് ഇതെന്താണ്? PJ ജോസഫ് മുന്നണി വിട്ടിറങ്ങി, എന്ത് ന്യായീകരണം? ഇത് മതമേലധ്യക്ഷന്മാരുടെ ഇടപെടലാണ്, ഇത് മതേതരത്വ രാജ്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിണറായി പോവുകയുണ്ടായി. പിണറായിയോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ജനലക്ഷങ്ങളെ കണ്ടോ? ഞങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ബിഷപ്പന്മാരാവശ്യമില്ല. ഒരു മതമേലധ്യക്ഷനും ഞങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചിട്ടില്ല. PJ ജോസഫ് സമ്മതം മൂളിയപ്പോൾ 5 നിമിഷമേ വേണ്ടി വന്നുള്ളൂ ഈ പാർട്ടി യോജിക്കാൻ. കഴിഞ്ഞ ഞാൻ ഓർക്കുന്നു, മാമ്മൻ മാപ്പിള ഹോളിൽ വെച്ച് ഐക്യ കേരള കോൺഗ്രസിന്റെ സമ്മേളനം കൂടിയപ്പോൾ R ബാലകൃഷ്ണപിള്ള പ്രസംഗിച്ചു, PJ ജോസഫ് ഭരണത്തിൽ നിന്നും ഇറങ്ങി വരണം, ഞങ്ങളോടുകൂടി വരണമെന്ന്. പ്രമേയം അവതരിപ്പിച്ച TM ജേക്കബ് പറഞ്ഞു, PJ ജോസഫ് ഭരണത്തിൽ നിന്നും ഇറങ്ങി വരണം, ഞങ്ങളോടുകൂടി യോജിക്കണമെന്ന്. ആ അഭിലാഷം എന്ന പ്രമേയം മാമ്മൻ മാപ്പിള ഹോളിൽ എടുത്തോ, അന്നു മുതൽ ഈ യോജിപ്പിന് വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹം നമ്മിലുണ്ടായി. അന്നു മുതൽ അനുഭാവികളും പ്രവർത്തകരും അവരുടെ അഭിലാഷം, അതിന്റെ സമ്മർദ്ദമാണ്, അത് രൂപം പ്രാപിച്ചതാണ് ഈ യോജിപ്പ് എന്ന് ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ ഈ പിണറായിക്ക് എന്താ കാര്യം? ഈ പിണറായിക്ക് എന്താ കാര്യം? എടാ, ബിഷപ്പന്മാരെ പറ്റി ഇത്രമാത്രം കേട്ടാൽ, ആ പേര് കേട്ടാൽ അറപ്പുള്ള പിണറായിയോട് ഞാൻ ചോദിക്കുക, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെരുന്നയിൽ പോകും, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചേർത്തലയിൽ പോകും, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അരമനകൾ കയറി ഇറങ്ങും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അരമന വേണ്ട, പെരുന്ന വേണ്ട, ചേർത്തല വേണ്ട, പാലം കടക്കുവോളും നാരായണ നാരായണ, പാലം കടന്നാൽ കൂരായണ കൂരായണ. മാർക്സിസ്റ്റ് പാർട്ടി കിടന്നുറങ്ങിയത് എവിടെയാ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ CPI പോലും കുരുതി കൊടുത്തുകൊണ്ട് പൊന്നാനി സീറ്റിൽ അല്ലേ PDPയെ മത്സരിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ സമുദായ ആ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. മദനിയെ കൂട്ടുപിടിച്ചാലും 2 വോട്ടിന് വേണ്ടി, മദനിയെ കൂട്ടുപിടിക്കാം 2 വോട്ടിന് വേണ്ടി. എന്തിനാ ഇപ്പൊ അവസാനം എന്താ? നമ്മുടെ ഒരു PC തോമസ് ഉണ്ടല്ലോ, ഇന്ന് പ്ലീസ് ഇന്ന് വഞ്ചനാദിനം ആചരിക്കുന്ന PC തോമസിന്റെ കേരള കോൺഗ്രസ് വിട്ട് IFDP പോയി, NDA പോയി, BJP മന്ത്രിസഭയിൽ പോയി, തിരിച്ച് ജോസഫിലൂടെ പരകായ പ്രവേശനം നടത്തി LDFയിൽ വന്ന് PJയെ കാലുവാരി പിണറായിയുടെ കൂടെ നിൽക്കുന്ന ഈ PC തോമസിന് 27 പ്രാവശ്യം വഞ്ചനാദിനം ആചരിക്കേണ്ടതാ. ഇത്രമാത്രം വഞ്ചന കാണിച്ചിട്ടുള്ള ഒരാളുണ്ടോ? ചതി കാണിച്ചിട്ടുള്ള ഒരാളുണ്ടോ? എന്തിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മതത്തിന്റെ വികാരമിളക്കി വിട്ട്, മതത്തിന്റെ പേരിൽ വോട്ട് പിടിച്ച് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഇസ്മയിലിനെ മൂവാറ്റുപുഴയിൽ തോൽപ്പിച്ചത്, മതവികാരങ്ങൾ ഇളക്കി വിട്ട് മതത്തിന്റെ പേരിൽ തോൽപ്പിച്ചത്, അത് കറപ്റ്റ് പ്രാക്ടീസാണ് എന്ന് സുപ്രീം കോടതി കണ്ട്, ഇലക്ഷൻ കമ്മീഷൻ കണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്ക് അയോഗ്യത കൽപ്പിച്ച PC തോമസിനെ ഘടകകക്ഷിയാക്കി കൊണ്ടു നടക്കുന്ന പിണറായിയെ അങ്ങേയ്ക്ക് നമസ്കാരം. ഇതുപോലെ ഒരു വിചിത്രമായ ഒരു കൂട്ടുകെട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ പിണറായി ഇവിടെ വന്ന് മെത്രാന്മാർ സമാധാന
മെത്രാന്മാർ സമാധാനം പറയണമെന്ന്. ഇന്ന് നിങ്ങൾ ആരാ പിണറായി മെത്രാന്മാരോട് സമാധാനം പറയാൻ ചോദിക്കുന്നത്? അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഭയപ്പാടും വിറയലും മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് നമ്മുടെ യോജിപ്പിൽ. എന്താ കാര്യം എന്നറിയാവോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2006 തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി കൈയടക്കിയ ജനാധിപത്യ കോട്ടകൾ ഓരോന്നും തകരുന്നു. അത് UDF കോട്ടകളായി വീണ്ടും മാറുന്നു. ഇതിനുള്ള സങ്കടമാണ്. 2006 തെരഞ്ഞെടുപ്പിൽ LDF കൈയടക്കിയ തൊടുപുഴയും LDF കൈയടക്കിയ കോതമംഗലവും LDF കൈയടക്കിയ കടുത്തുരുത്തിയും LDF കൈയടക്കിയ നിയോജക മണ്ഡലങ്ങൾ അത്രയും LDFന് നഷ്ടപ്പെട്ടിരിക്കുന്നു. UDFന് അത് വിജയമായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ സഹിക്കാമോ? പിണറായിക്ക് സഹിക്കാൻ കഴിയുമോ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. 99 സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചു. അതിൽ ഒരു നല്ല ശതമാനം സീറ്റുകൾ 1000 വോട്ടിന് 500 വോട്ട്, 1000 വോട്ട് 1500 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. PJ ജോസഫിന്റെ ഇങ്ങോട്ടുള്ള വരവോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന നാമമാത്ര നിയോജക മണ്ഡലങ്ങൾ UDFന് കൈമാറേണ്ടി വരും. ഈ ചിന്തയാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ വേദനിപ്പിക്കുന്നത് എന്ന് കേരളത്തിൽ ഉള്ള ആളുകൾ തിരിച്ചറിയണം. അപ്പൊ നമ്മുടെ യോജിപ്പിൽ വിഷമം വന്നിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാ. നമ്മുടെ യോജിപ്പ് കൊണ്ട് ഗുണം വന്നിരിക്കുന്നത് UDFനാ. UDFന്റെ കൈവശം വരാൻ പോകുന്ന സീറ്റുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബാലികേറ മലയായി മാറുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ സന്തോഷം കേരളത്തിലെ ജനങ്ങൾ പങ്കിടണ്ടേ? അതുകൊണ്ട് കേരളത്തിൽ ദുഃഖിക്കുന്ന ഒരു പാർട്ടിയേ ഉള്ളൂ. നമ്മുടെ യോജിപ്പിൽ അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. അത് മനസ്സിലാക്കാം. നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഒന്ന് ചിത്രീകരിച്ച് ഇതിലൊരു വർഗീയ കാർഡ് ഇറക്കി വിട്ട് കേരള കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ പിണറായി അത് ആ കലം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അതിവിടെ വേവില്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയും. എന്താ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറ പോയില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത്, ഇടതുപക്ഷത്തിന് കിട്ടിയത് 46% വോട്ടാ. ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത് 42%. കൃത്യമായി പറഞ്ഞാൽ 41.86, 42 കൂട്ട് 46% LDFന് വോട്ട് കിട്ടി. നമുക്ക് 41% വോട്ട് കിട്ടി. ഇപ്പോൾ ജനതാദൾ ഇങ്ങോട്ട് വന്നതോടുകൂടി, PJ ജോസഫ് ജനാധിപത്യ ചേരിയിലേക്ക് വന്നതോടുകൂടി ഇപ്പൊ വന്നിരിക്കുന്ന വ്യത്യാസം 4.19 വോട്ടുകൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നേരെ തിരിഞ്ഞു. UDFന്